ഈ ഓണത്തിന് എളുപ്പത്തിൽ എങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ഈ ഓണത്തിന് ആദ്യമായിട്ട് ഒരു സദ്യ ഉണ്ടാക്കാൻ ഒരുങ്ങുന്നവരുണ്ടോ? എങ്കിലേ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ ട്ടോ. നമ്മുടെ ഓണം സീരീസിനോടൊപ്പം കൂടിക്കോളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് ഒരു ഓണസദ്യ ഉണ്ടാക്കാം. നമ്മുടെ ഓണം സീരീസിലെ ആദ്യത്തെ വിഭവം എന്താണെന്നറിയണ്ടേ? വടുകപ്പുളി നാരങ്ങ അച്ചാർ. അത്യാവശ്യം നല്ല പഴുത്തൊരു വടുകപ്പുളി തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ദേ ഇതുപോലെ നല്ല കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ തൃശ്ശൂർക്കാർ ഇതിനെ വടുകപ്പുളി നാരങ്ങ എന്നാണ് കേട്ടോ പറയുക. മറ്റു സ്ഥലങ്ങളിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടൂ കേട്ടോ. നമ്മുടെ സദ്യ ഒരു തൃശ്ശൂർ സ്റ്റൈലിലാണ് കേട്ടോ. ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കുന്നതും തൃശ്ശൂർ സ്റ്റൈലിലാണ് കേട്ടോ. ഈ അച്ചാറ് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ കടുകോ വറ്റൽമുളകോ ഒന്നും തന്നെ വറുത്തിടുന്നതുമില്ല. അതുകൊണ്ട് 5-10 മിനിറ്റിൽ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായി പഴുത്ത ഒരു വടുവപ്പുളി തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നല്ല കുനുകുനാന്ന് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇതുപോലെ ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം ഇതുപോലെ നന്നായി അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അച്ചാറിലേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എരിവ് ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായി നമുക്ക് ഞെരടി യോജിപ്പിക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക. സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കി ചേർക്കുമ്പോൾ അതിലേക്ക് ആ ഒരു പക്ക ഒരു രുചിയിലേക്ക് അത് എത്തണമെന്നില്ല. അതുകൊണ്ട് കൈ വെച്ച് നന്നായി ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചധികം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാറിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണയും നമ്മളതുപോലെ ചേർത്ത് കൊടുക്കണം. ഉലുവയും കായയും കൂടെ വറുത്ത് പൊടിച്ചത് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരി കൂടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായി ഒന്നുകൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ് കേട്ടോ. ഇതിൽ എരിവ് ഉപ്പ് എല്ലാം പാകത്തിന് ആയോ എന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള അച്ചാർ റെഡിയാണ് കേട്ടോ. ഒരു 4 ദിവസം മുൻപ് ഉണ്ടാക്കി വെച്ചാലും നമ്മുടെ അച്ചാർ കേടാവില്ല കേട്ടോ. സദ്യയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. ഈ അച്ചാറൊന്ന് നാവിൽ തൊട്ട് പായസം കുടിച്ചാലുണ്ടല്ലോ, ഒരു ഉരുളി പായസം പോലും നമ്മളകത്താക്കട്ടോ. അത്രയ്ക്ക് സ്ട്രോങ്ങാ ഈ അച്ചാർ. പായസത്തിൻ്റെ ആ മത്ത് പിടിപ്പിക്കുന്ന മധുരം മാറാൻ ഇവനെ ഒന്ന് തൊട്ട് നാവിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ശരി എന്നാൽ നമ്മുടെ ഓണം സീരീസിലെ അടുത്ത നല്ലൊരു വിഭവമായിട്ട് നമുക്ക് പുതിയ വീഡിയോയിലൂടെ പിന്നെ കാണാം.